ജീവിതത്തിൽ സാമ്പത്തിക വിജയം കൈവരിക്കുന്നതിന് ഒരു വ്യക്തി എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ധനവിഷയങ്ങളിൽ ഏത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും അർത്ഥശാസ്ത്രത്തിലും ചാണക്യനീതിയിലും ചാണക്യൻ പ്രതിപാദിക്കുന്നുണ്ട്. കയ്യിലുള്ള പണം ഏറ്റവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനും സാമ്പത്തികമായി വിജയിക്കാനും ചാണക്യൻ നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. അത് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. വിജയിക്കണമെങ്കിൽ ഒരു വ്യക്തിക്ക് ലക്ഷ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് വിജയിക്കാനാവില്ല എന്ന് ചാണക്യൻ പറയുന്നു. ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം. പക്ഷേ ഒരു ലക്ഷ്യമില്ലെങ്കിൽ നമ്മൾ എങ്ങനെ വിജയിക്കും? എവിടെയാണ് വിജയിക്കാനുള്ള അവസരമുണ്ടാകുന്നത്? ലക്ഷ്യം കണ്ടെത്താൻ കഴിയാത്ത അല്ലെങ്കിൽ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ സാധിക്കില്ലെന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു. ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി അതിനോട് ബന്ധപ്പെടുത്തിയുള്ളതാകണം നമ്മുടെ നിക്ഷേപങ്ങൾ. ലക്ഷ്യമറിഞ്ഞാൽ എത്ര ദൂരം മുമ്പിലുണ്ടെന്നും എത്ര നിക്ഷേപം ഇനിയും വേണമെന്നും കൃത്യമായി കണക്കുകൂട്ടാൻ സാധിക്കും. പ്രത്യേകിച്ച് നിക്ഷേപ കാര്യങ്ങളിലും വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ലക്ഷ്യം ഉള്ളയാൾക്ക് ഉള്ളിലെ ഇഷ്ടങ്ങൾക്കൊത്ത് അനാവശ്യമായി പണം ചെലവഴിക്കാൻ കഴിയില്ല എന്ന് ചാണക്യൻ പറയുന്നു. വിജയിക്കാനായി ചാണക്യൻ പറയുന്ന മറ്റൊരു കാര്യം തിരുത്തലുകൾക്ക് മടിക്കരുത് എന്നാണ്. ഒരു കാര്യം തുടങ്ങിയാൽ പരാജയം സംഭവിക്കുമോ എന്ന് ഭയന്ന് കഴിയരുതെന്നും അതിൽ നിന്നും പിന്മാറരുതെന്നും ചാണക്യൻ പറയുന്നു. ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ആളുകളാണ് സന്തോഷവാന്മാർ. പിഴവുകൾ സംഭവിക്കുമ്പോഴോ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴോ തകർന്നു പോകുകയല്ല വേണ്ടത്. തിരുത്തലുകൾ നടത്താൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ വീണ്ടും നഷ്ടങ്ങളെ വീണ്ടും ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ചാണക്യൻ പറയുന്നു. വിജയിക്കാനായി ചാണക്യൻ പറയുന്ന മറ്റൊരു നിർദ്ദേശം മൂല്യമുള്ളതിൽ നിക്ഷേപിക്കണമെന്നാണ്. കയ്യിൽ പണമുള്ളപ്പോൾ മുന്നിലുള്ള നിക്ഷേപ അവസരങ്ങളിലെല്ലാം നിക്ഷേപിക്കുകയല്ല പണമുണ്ടാക്കാനുള്ള വഴി. മൂല്യമുള്ള ആസ്തികളിൽ നിക്ഷേപിക്കുക. മഴയിലൂടെ വരുന്ന ജലം ശുദ്ധമാണെങ്കിലും കടലിലെത്തിയാൽ അത് ഉപ്പുവെള്ളമാകുമെന്ന് ചാണക്യൻ പറയുന്നു. നമ്മുടെ നിക്ഷേപത്തിന് ക്രമേണ വളർച്ചയുണ്ടാകുന്നുണ്ടോ അതോ അതിവേഗം കുറയുകയാണോ എന്നത് പണം എവിടെ നിക്ഷേപിക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും. ഓഹരികൾ, ബോണ്ടുകൾ, സ്വർണം എന്നിവയെല്ലാം നല്ല നിക്ഷേപ സാധ്യതകളാണെന്ന് ചാണക്യൻ പറയുന്നു. വിജയിക്കാനായി ചാണക്യൻ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്: ഒന്നും അമിതമാകരുത്. ജീവിതത്തിൽ ഒന്നിനോടും അമിതമായ ആസക്തിയോ ആഗ്രഹമോ ഉണ്ടാകരുത്. അതിയായ സൗന്ദര്യം കാരണമാണ് സീത രാവണനാൽ അപഹരിക്കപ്പെട്ടത്. രാവണന്റെ അമിതമായ അഹന്തയാണ് മരണം ക്ഷണിച്ചു വരുത്തിയത്. അതുപോലെ മഹാബലിയുടെ അതിരുകടന്ന ത്യാഗ മനസ്കതയും ദാനശീലവുമാണ് അദ്ദേഹത്തിനും വിനയായത്. അതുകൊണ്ട് ഒന്നും അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ചാണക്യൻ പറയുന്നു. നിക്ഷേപങ്ങളിലും സമ്പത്തിലും അത് ബാധകമാണ്. ഓരോ ആസ്തി വിഭാഗത്തിൽ അമിതമായി നിക്ഷേപിക്കുന്നത് ബുദ്ധിയല്ല. വൈവിധ്യാത്മക നിക്ഷേപങ്ങളാണ് നല്ലത്. തകർച്ചയുണ്ടാകുമ്പോൾ എല്ലാം ഒന്നിച്ച് നഷ്ടപ്പെടാതിരിക്കാൻ അത് ആവശ്യമാണെന്ന് ചാണക്യൻ പറയുന്നു. വിജയിക്കാനായി ചാണക്യൻ നിർദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്: മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കണം. സ്വന്തം തെറ്റുകളിൽ നിന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നാണ് ചാണക്യൻ ഉപദേശിക്കുന്നത്. സ്വന്തം തെറ്റുകൾ മാത്രം പാഠമാക്കിയാൽ ഈ ജീവിതകാലത്തിനിടയിൽ വളരെ കുറച്ച് അറിവുകളെ നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മുടെ അനുഭവങ്ങളിലൂടെ, പ്രത്യേകിച്ച് തെറ്റുകളിലൂടെയാണ് നമ്മൾ പരുവപ്പെടുന്നത്. പക്ഷേ സമയം പരിമിതമാണ്. അതുകൊണ്ട് പെട്ടെന്ന് കൂടുതൽ അറിവുകൾ നേടുന്നതിന് മറ്റുള്ളവരുടെ തെറ്റുകളും മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും വേണമെന്ന് ചാണക്യൻ നിർദ്ദേശിക്കുന്നു. മികച്ച ഭരണതന്ത്രജ്ഞനും ബുദ്ധിമാനും വിജയമന്ത്രങ്ങൾ അറിയുന്നവനും മാത്രമായിരുന്നില്ല ചാണക്യൻ. ഭാരതം കണ്ട ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞനെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. കാരണം സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ വിദഗ്ധമായി കൈകാര്യം ചെയ്യാമെന്ന് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥത്തിലൂടെ ചാണക്യൻ കാണിച്ചു തരുന്നുണ്ട്.
ചാണക്യ വചനങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്കും ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ ജീവിതത്തിലും സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും സർവശക്തന്റെ അനുഗ്രഹത്താൽ ലഭിക്കുമാറാകട്ടെ.